എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ട. അപ്പം എന്താണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ ഓട്ടം? അക്കരെ ദേശത്തേക്ക് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ നമ്മുടെ ആവശ്യങ്ങളുണ്ട്. എന്താണ്? നമുക്ക് ഭക്ഷണം വേണം, വസ്ത്രം വേണം, വെള്ളം വേണം. ഇതാണ് പുതിയ നിയമത്തിന്റെ ഒരു വാഗ്ദത്തം. ഇതാണ് യഥാർത്ഥത്തിൽ ഭൗതിക ജീവിതത്തിലുള്ള വാഗ്ദത്തം. ഇത്രയേ ഉള്ളൂ. എന്തുണ്ണും, എന്തുടുക്കും, എന്തു കുടിക്കുമെന്ന് വിചാരപ്പെടില്ല, ഈ വക ജാതികളല്ലയോ ചിന്തിക്കുന്നത് എന്ന് പറയുമ്പോഴെന്താണ്? ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് നൽകിത്തരാം. ഏതൊക്കെ? എന്തുണ്ണും, എന്തുടുക്കും, എന്തു കുടിക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ട്. അക്കരോടുള്ള യാത്രയിൽ ഇത് നിങ്ങളുടെ കൂടെയുണ്ട്. എപ്പോഴും നിങ്ങളുടെ ആവശ്യങ്ങൾ ഇതുണ്ട് എന്നാണ് കർത്താവിൻ്റെ ഉറപ്പ്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിനാണ് ഭാരപ്പെടുന്നത്? നമ്മൾ പാടാറുണ്ടല്ലോ, ഭാരങ്ങൾ കൂടുന്നതിന് ഒന്നും വേണ്ട എന്നൊക്കെ നമ്മൾ പാടാറുണ്ട്. പക്ഷേ നമ്മൾ എന്താണ്, ദൈവം തന്ന വാഗ്ദത്തത്തിന് അപ്പുറത്തേക്ക് നമ്മൾ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഓട്ടം കുറഞ്ഞു, അതിൻ്റെ സ്പീഡ് കുറയുന്നതും അതിൻ്റെ ശക്തിയും സന്തോഷവും നമ്മൾ ത്യജിക്കുന്നതും ഈ കണ്ണുകൾ നമ്മുടെ ലോകത്തിലേക്ക് തിരിക്കുന്നത് കൊണ്ടാണ്. അതിൻ്റെ ഒരു ഉദാഹരണം എന്താണ്? നമുക്കറിയാം, നമ്മുടെ പത്രോസ് അപ്പോസ്തലന് അല്ലെങ്കിൽ യേശു ക്രിസ്തു വെള്ളത്തിൽ കൂടി അവരുടെ പടകിലേക്ക് നടന്നു വരുമ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാനും ഈ വെള്ളത്തിൽ കൂടെ, ഈ തിരമാലകൾക്ക് മുകളിൽ കൂടെ നടക്കുവാൻ എന്നോട് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. നീ നടന്നു വരാൻ പറഞ്ഞു. അവൻ നടന്നു. പെട്ടെന്ന് എന്താണ്? അവൻ വെള്ളത്തിലേക്ക് താണു. എന്തുകൊണ്ട് താണു? അവൻ സാഹചര്യങ്ങളിലേക്ക് നോക്കി. പ്രിയപ്പെട്ട, ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങളെ നോക്കിയല്ല, നമുക്ക് വേണ്ടി മരിച്ചിട്ട് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിലേക്ക് നോക്കിയുള്ള ഓട്ടമാണ് ക്രിസ്തീയ ജീവിതം. സാഹചര്യങ്ങളിലേക്ക് നോക്കിയ ഏത് വ്യക്തിയും വിശ്വാസത്തിൽ താണു പോകും. വിശ്വാസത്തിൽ എന്താണ്? പത്രോസിനെ പോലെ അവൻ എന്താണ്? കർത്താവിൻ്റെ മുഖം മാത്രം കണ്ടുകൊണ്ടാണ് പറഞ്ഞു, നീ ആകുന്നുവെങ്കിൽ ഞാനും ഇതിൻ്റെ മുകളിൽ കൂടെ നടക്കുവാൻ കൽപ്പിക്കണമെന്ന് പറഞ്ഞു. നീ നടന്നു വരാൻ പറഞ്ഞു. അവൻ വളരെ സന്തോഷത്തോടെ, ആഴി എന്നോർത്തില്ല, ആഴം ആരാഞ്ഞുമില്ല. അവൻ എന്താണ്? വളരെ ധൈര്യത്തോടെ അവന്റെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ആ പടകിൽ നിന്ന് തിരമാലകൾക്ക് മേൽ നടന്നു വന്നപ്പോൾ പെട്ടെന്ന് അവന്റെ ചിന്താമണ്ഡലങ്ങൾ എന്താണ്? ലോജിക്കായിരിക്കും. ചിന്തകൾക്ക് അവൻ എന്താണ്? കീഴ്പ്പെട്ടു. വിശ്വാസത്തിന് കീഴ്പ്പെട്ടിരുന്ന അവന്റെ ഹൃദയം ആ വിശ്വാസത്തിൽ നിന്ന് മാറി എന്താണ്? അവന്റെ ബുദ്ധിമണ്ഡലങ്ങൾക്ക് കീഴ്പ്പെട്ടു. അപ്പോഴവനൊരു കാര്യം മനസ്സിലായി, ഞാൻ വെള്ളത്തിന്റെ മേളിലല്ലേ നിൽക്കുന്നത്, ഞാൻ സമുദ്രത്തിന്റെ മേളിലല്ലേ നിൽക്കുന്നത്, ഇതെങ്ങനെ സാധ്യമാകും? ആ ക്ഷണത്തിൽ അവൻ താണു പോയെങ്കിലും കർത്താവ് അവന്റെ കരം പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. നമ്മുടെ ഈ ഓട്ടത്തിൽ അവിശ്വാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും നമ്മുടെ ആ കർത്താവിനുള്ള അപേക്ഷ, കർത്താവ് എന്നെ സഹായിക്കണമെന്നുള്ള അപേക്ഷ എന്താണ്? നിന്റെ അടുക്കിലേക്ക് വരുവാനുള്ള എൻ്റെ യാത്രയിൽ അവിശ്വാസം നിമിത്തം ഞാൻ താണു പോകുന്നുവെങ്കിൽ കർത്താവ് നീ എന്നെ സഹായിക്കണം. അതായത് കർത്താവിൻ്റെ അടുക്കിലേക്കുള്ള യാത്രയിൽ ചില ബലഹീനതകൾ നമ്മൾ വന്നു കഴിഞ്ഞാലും കർത്താവിനോട് അപേക്ഷിച്ചാൽ നമ്മുടെ മൈൻഡ് അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവൻ കാര്യം പിടിച്ച് നമ്മളെ നടത്തും.